വെൽക്കം ടു ഹോംലി ഹോം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് പ്രോൺസിൻ്റെ ഒരു ഐറ്റമാണ്, പ്രോൺസ് ഫ്രിറ്റേഴ്സ് അഥവാ പ്രോൺസ് ഫ്രൈ. ഇത് പല രീതിയിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇത് നല്ലൊരു സ്റ്റാർട്ടറും അതുപോലെ തന്നെ സ്നാക്കായിട്ടും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം എങ്ങനെയാണ് പ്രോൺസ് ഫ്രിറ്റേഴ്സ് വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. 1/2 കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കിയത്, ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് വെച്ചത്, 5 എരിവുള്ള പച്ചമുളക് നടുവേ മുറിച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, ഒരു ഹാഫ് ലെമൺ ജ്യൂസ് കുരു കളഞ്ഞെടുത്തത്, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ വേണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്ക് പ്രോൺസ് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു അരമുറി ലെമൺ നമുക്ക് കുരു കളഞ്ഞ് ഈ പ്രോൺസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, അടുത്തതായി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് നല്ലതായിട്ട് പ്രോൺസെ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്കിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണയിലേക്ക് പച്ചമുളക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഈ പച്ചമുളകിൻ്റെ അതിൻ്റെ ഒരു മൈൽഡ് ഫ്ലേവർ ഈ എണ്ണയിലേക്ക് വരാനും അതുപോലെ തന്നെ ഇതിന് ശേഷം പ്രോൺസ് ഇട്ട് വറക്കുമ്പോൾ അതിനകത്ത് ഈ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ആ പ്രോൺസിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കറി ലീവ്സും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ ചെയ്താൽ മതി.
ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രോൺസ് ഇട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പ്രോൺസിലോട്ട് നല്ല ഒരു ടേസ്റ്റ് വരാനായിട്ട് ഈ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ആ ഫ്ലേവറോട് കൂടിയ നല്ലൊരു ടേസ്റ്റ് ഈ പ്രോൺസ് ഫ്രിറ്റേഴ്സിന് കിട്ടാനായിട്ട് ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പം എല്ലാവരും ഇത് താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലേക്കാക്കാം. അതേപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കറി ലീവ്സും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഈ കറിവേപ്പില എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലേക്കാക്കാം. അടുത്തതായിട്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ഈ പ്രോൺസ് ഈ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചിടണ്ട, അതിന് പകരമായിട്ട് ഓരോ ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോൺസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്പൂണും കൊണ്ടൊന്നും ഇനിയും തൊടാൻ പോകരുത്. അത് അതുപോലെ തന്നെ കിടന്ന് ഫ്രൈ ആവാനായിട്ട് നമ്മൾ അലൗ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ തടന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ മറ്റേ സൈഡിലോട്ടുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ കെയർഫുള്ളായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മെല്ലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത സൈഡോട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിന്ന് പതുക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലേക്കാക്കാം. കണ്ടോ, നല്ലപോലെ എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള സെറ്റ് പ്രോൺസ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് പ്രോൺസ് കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കിച്ചൺ ടിഷ്യൂലോട്ട് ഇനി മാറ്റാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്കാക്കാം. ഇനി ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. സവോളയും പ്രോൺസും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അങ്ങനെ നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്ന ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റമായിട്ടും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. യമ്മി.
അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട പ്രോൺസ് ഫ്രിറ്റേഴ്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.